ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ജ്യോതിഷപരമായി ബന്ധപ്പെട്ട് പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നക്ഷത്ര ജ്യോതിഷത്തിൽ എല്ലാ നക്ഷത്രങ്ങൾക്കും വ്യത്യസ്തമായ രാശിപ്രകാരമുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയും ഒക്കെ കാണും. എങ്കിൽ ഇപ്പോൾ പറയുന്ന പൊതുവായുള്ള കാര്യങ്ങളാണ് ഒരു നക്ഷത്രത്തെക്കുറിച്ചുള്ള. ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അയൽദോഷമാണ് ആ നക്ഷത്രക്കാർ എന്നാണ് പറയുന്നത്. അതായത് ഈ നക്ഷത്രം ഉണ്ടെങ്കിൽ അയലത്തുള്ളവർക്ക് പ്രശ്നമാണ്, അയൽക്കാർക്ക് ദോഷമുണ്ടാകും, ദൃഷ്ടിദോഷമുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിൽ ജനിച്ചവർ, ആ കുടുംബത്തിലുള്ളവർ ആരും ഇന്ന ആള് ആ നക്ഷത്രത്തിൽ ഉള്ളവരാണെന്ന് പുറത്ത് പറയാറില്ല. പുറത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അയൽക്കാർ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുമുണ്ട്. പക്ഷേ ആ നക്ഷത്രത്തിന് അങ്ങനെ ദൃഷ്ടി ദോഷമോ അയൽദോഷമോ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ആ നക്ഷത്രം നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ അറിയപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. നാഗദൈവങ്ങളുടെ നക്ഷത്രം എന്നറിയപ്പെടുന്ന ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രത്തിന് പൊതുവായി വളരെ ഐശ്വര്യമുള്ള, അല്ലെങ്കിൽ നാഗങ്ങളുടെ ഐശ്വര്യമുള്ള, അവരുടെ എല്ലാ പിന്തുണയുമുള്ള ഒരു നക്ഷത്രമാണ്. നാഗദൈവങ്ങൾ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ അവർക്ക് വളരെ ദീർഘായുസ്സും അതുപോലെ ജോലിയിൽ മികവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2026 ഇപ്പോൾ ഫെബ്രുവരി മാസം അവസാനത്തിലേക്ക് കടക്കുമ്പോൾ മീനം രാശിയിലാണ് ഈ നക്ഷത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രത്തിന് ഇനി ഉണ്ടാകാൻ പോകുന്നത് വലിയ നേട്ടങ്ങളാണ്. പക്ഷേ ഇവർക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് വളരെ ആത്മാർത്ഥമായി ചെയ്യുമെങ്കിലും അതിൽ ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ അവർക്ക് ദേഷ്യത്തോടെ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ ഏറ്റെടുക്കുന്ന ഏത് ജോലിയും ആത്മാർത്ഥതയോടെയും കൃത്യനിഷ്ഠയോടെയും ചെയ്യുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ഈ സമ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. പണസമ്പാദനം, ജോലി ചെയ്യുക, സമ്പാദിക്കുക എന്നത്. പക്ഷേ ചില സമയത്ത് ഇവർക്ക് കയ്യിലിരിക്കുന്ന പണം ഇങ്ങനെ അനാവശ്യമായി പോവുകയും ചെയ്യും. കലയോടും കലാരംഗത്തോടും കലാരംഗത്ത് വലിയ പ്രാവീണ്യരാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായതിനാൽ ആയില്യം നക്ഷത്രക്കാർ പലരും ചെയ്യുന്ന തൊഴിൽ നിന്ന് മാറി കലാരംഗത്ത് പേരെടുക്കുകയും പണം സമ്പാദിക്കുകയും ചെയ്യുന്നവരായി മാറുന്ന ആൾക്കാരാണ്. ആയില്യം നക്ഷത്രത്തിന്റെ മറ്റൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒരു അലച്ചിലാണ്. അവർക്കിങ്ങനെ അലഞ്ഞുകൊണ്ടേ ഇരിക്കണം, നാഗങ്ങൾ ഇഴഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ആയില്യം നക്ഷത്രക്കാരും അതുപോലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. രാത്രി യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ. പൊതുവെ ആയില്യം നക്ഷത്രത്തിനെ കൊണ്ട് അയൽക്കാർക്കൊന്നും ഒരു ദോഷമില്ല. സാധാരണ നമ്മൾ പറയുമല്ലോ, ചില നക്ഷത്രക്കാർക്ക് ദോഷമുണ്ട്, അയൽ ദോഷമുണ്ട്. അങ്ങനെ ഒരു ദോഷമായിട്ട് നമ്മുടെ ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിശാസ്ത്ര പ്രകാരമൊന്നും ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ നക്ഷത്രത്തിൽ പിറന്നവർ ഉള്ള വീട്ടിൽ ഐശ്വര്യം എപ്പോഴും ഉണ്ടാകും, ദോഷങ്ങളൊന്നും വലുതായിട്ട് ഭവിക്കുകയുമില്ല. ഈ നക്ഷത്രക്കാർക്ക് നല്ല അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക, ഉയർച്ചയുണ്ടാകുക, ഔദ്യോഗികമായി നല്ല നിലയിലെത്തുക, അതുപോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുക. ചെറിയ പ്രണയങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊക്കെ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പോയെന്നിരിക്കാം. എങ്കിലും അവർ അതോർത്ത് കുറച്ച് ദുഃഖിക്കും. പിന്നീട് അവർ വേറെ ഒരു മേച്ചിൽപ്പുറത്തേക്ക് സഞ്ചരിക്കും. അത് ആയില്യം നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആയില്യം നക്ഷത്രക്കാരെ ഇനി പണമൊക്കെ ചിലവാക്കുമ്പോൾ സൂക്ഷിച്ച് ചിലവാക്കണം. അമിതമായ പണം വ്യയം ചെയ്ത് സമയം കളയരുത്. സാമ്പത്തികമായി ഭദ്രമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഇവർ ആരോടും വെട്ടിത്തുറന്ന് പറയാറില്ല. കൂടാതെ തന്നെ ആരും ഒരുപാട് പേര് ഉപദേശിക്കുന്നതും ഇവർക്ക് ഇഷ്ടമല്ല. അതുപോലെ ആയില്യം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വയം തേടി ജോലി കണ്ടെത്തുകയും ഉന്നതിയിലെത്തുകയും കുടുംബത്തെ നോക്കുകയും മാതാപിതാക്കളോടും കുടുംബക്കാരോടും സ്നേഹമൊക്കെ ഉള്ളവരുമൊക്കെയാണ്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ എത്തി ആളുകളുടെ മുമ്പിൽ പ്രശസ്തരാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ 2026 ഫെബ്രുവരി അവസാനം വരുന്നു. മാർച്ച് തുടക്കത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആയില്യം നക്ഷത്രക്കാർ കലാപരമായ കലാരംഗത്ത്, സിനിമ, അതുപോലെ സീരിയൽ, മറ്റു മേഖലകളിലൊക്കെ പ്രഗത്ഭരായിരിക്കും. അതുപോലെ അവർ ചെയ്യുന്ന തൊഴിലിൽ ഏറ്റവും കൂടുതൽ മേന്മയുണ്ടായിരിക്കും. ആരോടും ആവശ്യമില്ലാതെ തർക്കിക്കാൻ പോകുന്നവരല്ല ആയില്യം നക്ഷത്രക്കാർ. അവർക്ക് ചിലർ ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോടൊപ്പം പിന്നെ സഞ്ചരിക്കാറില്ല, അങ്ങനെയുള്ളവർ. പക്ഷേ അതുപോലെ കുറച്ച് പകയൊക്കെ ഉള്ളത്, പാമ്പിന്റെ പക എന്നൊക്കെ പറയും. പാമ്പിനൊരു പക ഇല്ലെങ്കിൽ തന്നെയും പൊതുവെ പറയുന്ന ഒരു പക അവർക്കുണ്ടാകും. ദേഷ്യമുണ്ടാകും. ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാൽ പിന്നെ അവരോട് സഹകരിക്കില്ല. എങ്കിലും ആയില്യം നക്ഷത്രക്കാരുടെ സമയം നല്ലതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ, നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം, വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹമില്ലാത്തൊരു നക്ഷത്രമാണ് പലർക്കും ഈ ആയില്യം നക്ഷത്രക്കാർ. അവർ സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം രാജ്യത്തിൽ നിന്ന് എവിടെങ്കിലുമൊക്കെ എത്തി എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ഒരു പ്രത്യേകമായ കഴിവാണ് അവർക്കുള്ളത്. പ്രാസംഗികരായാലും അഭിനയ കലയിലായാലും മികവുറ്റ സംസാരത്തിലായാലും
മറ്റും കലകളിലായാലും ഒക്കെ അവർ മുന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ്. എവിടെ ചെന്നാലും അവർക്ക് ഒരു അംഗീകാരം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയില്യം നക്ഷത്രത്തിന് ഈ മീനൻ രാശിയിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്കും വലിയ ഒരു ഉയർച്ചയിലേക്കും സാമ്പത്തിക നേട്ടത്തിലേക്കും ജീവിത സാഹചര്യങ്ങളുടെ മാറ്റങ്ങളിലേക്കുമൊക്കെയാണ്. അതുകൊണ്ട് സാമ്പത്തികം നിങ്ങൾ വളരെ ചുരുക്കി ചിലവഴിക്കുക. പണം അമിതമായി വ്യയം ചെയ്ത് കളയരുത്. പണം സ്വരൂപിച്ച് വെക്കുക. അത് നിങ്ങൾക്ക് ആവശ്യം വരും. കുറച്ച് ആഡംബര പ്രേമികളൊക്കെയാണ്. വസ്ത്രമായാലും മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളായാലും അതൊക്കെ താല്പര്യമുള്ളവരാണ്. ക്യാമറയും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്നതിൽ വളരെ തൽപരരാണ്. കലാപരമായ കൂട്ടുകെട്ടിൽ കൂടി ഉന്നതിയിലെത്താനുള്ള യോഗം ഈ വർഷം ആയില്യം നക്ഷത്രക്കാർക്കുണ്ട്. അവർ തീർച്ചയായും അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. കുടുംബത്തിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. മാതാപിതാക്കളോടും കുടുംബക്കാരോടും അച്ഛനോടും അമ്മയോടും കൂടാതെ തന്നെ ബാക്കി ആരൊക്കെയാണോ കുടുംബത്തിലുള്ളത് അവരോടൊക്കെ വളരെ സ്നേഹപരമായി പെരുമാറിപ്പോകുന്നവരാണ്, സഹോദരങ്ങളോടുമൊക്കെ. അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഒരു ചിന്ത ഇങ്ങനെയുണ്ട്, ഞാൻ ആ ചെയ്യുന്ന കാര്യം ആളുകൾ അംഗീകരിപ്പിക്കണം. അങ്ങനെ തന്നെ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വ്യത്യസ്തമായ പ്രവൃത്തികളായിരിക്കും എന്നുള്ളതാണ്. പല കലാമേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ അതിനും വ്യത്യസ്തത കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അതിൽ ഉയർച്ച കണ്ടെത്താൻ ശ്രമിക്കുന്നു. നമ്മളോടൊപ്പം നിൽക്കുന്നവർക്ക് അവർക്ക് സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ പിണങ്ങുന്നവർക്ക് ഒരു ചെറിയ അകലം അവർ വെക്കുന്നു. ഇതൊക്കെ ഈ ആയില്യം നക്ഷത്രത്തിന്റെ പ്രത്യേകതയാണ്. അയൽദോഷമുള്ള നക്ഷത്രമൊന്നുമല്ല ആയില്യം നക്ഷത്രം. നാഗദൈവങ്ങളുടെ നക്ഷത്രമാണ് ആയില്യം എന്ന് പറയുന്നത്. ആയില്യത്തിന് ആ സവിശേഷത കൊണ്ട് തന്നെ ഒരു പേരും പെരുമയും എപ്പോഴും ഒരു പ്രഭാവവും ഒക്കെയുള്ള ദൈവിക അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. അതുപോലെ നാഗപൂജകളും നാഗക്ഷേത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ അതുപോലെ മണ്ണാറശാല പോലുള്ള സ്ഥലങ്ങളിൽ തന്നെ വേണമെന്നില്ല, നാഗഊട്ടൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ ഇതിന്റെ പ്രധാന ആയില്യം ദിവസങ്ങളിലൊക്കെ നേർച്ചയും വഴിപാടും ഒക്കെ കഴിച്ച് നിങ്ങൾ പുളുവൻ പാട്ടൊക്കെ പാടി കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ നേർച്ചകൾ നേർന്നു പോയാൽ നിങ്ങളുടെ ഐശ്വര്യം അടിക്കടി വർദ്ധിക്കും എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ മുഖേന നിങ്ങളുടെ കുടുംബം ഏറ്റവും വലിയൊരു ഉന്നതിയിലും ഉയർച്ചയിലും ജനങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ വലിയൊരു അന്തസ്സിലും എത്തും എന്നുള്ളതാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ ഒരു വ്യക്തിപ്രഭാവം ഉണ്ട്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും, സ്ത്രീകൾക്ക് ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് അതിലൊക്കെ വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. കലാകാരികളായിരിക്കും, സൗന്ദര്യമുള്ളവരായിരിക്കും, വാക് സാമർത്ഥ്യമുള്ളവരായിരിക്കും. അവർക്ക് വിദേശത്ത് നഴ്സിംഗ് ജോലികളിലൊക്കെ പോകുവാണെങ്കിൽ അതിൽ നിന്നും വലിയ നേട്ടങ്ങളുണ്ടാകും. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അതും സാധിക്കും. ആയില്യം നക്ഷത്രക്കാരായ പുരുഷന്മാർ എപ്പോഴും സ്വരാജ്യത്ത് നിന്ന് അവിടെ നിന്ന് വ്യക്തിപരമായ ഉയർച്ചയിലേക്ക് പോകുവാനും പണം സമ്പാദിക്കുവാനും വലിയ നേട്ടങ്ങളിലേക്കും ഒക്കെ എത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ആയില്യം നക്ഷത്രത്തിന് ഈ 2026 മീനൻ രാശിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ അറിഞ്ഞു വെച്ചോ, നിങ്ങൾ അത് പറഞ്ഞു വെച്ചോ എന്ന് പറയുന്നത് പോലെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം. തീർച്ചയായിട്ടും പലപ്പോഴുമൊക്കെ നാഗദൈവങ്ങൾക്ക് വഴിപാടുകളൊക്കെ കഴിക്കണം. നാഗക്ഷേത്രങ്ങളിലൊക്കെ പോയി എപ്പോഴും പോകണമെന്നില്ല, നിങ്ങളുടെ അവസരങ്ങൾ കിട്ടുമ്പോൾ പോവുക. അതൊക്കെ പ്രത്യേകമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഇതൊക്കെയാണ് ആയില്യം നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് 2026. അതുപോലെ മീനൻ രാശിയിൽ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മാറ്റങ്ങളൊക്കെ മനസ്സിലാകും. ആയില്യത്തിന് വച്ചടി കയറ്റം എന്നുള്ളതാണ്. ചെറുപ്രായത്തിലേ നിങ്ങൾ ഉയർന്ന നിലയിലെത്തുകയും സാമ്പത്തിക നിലവാരത്തിലെത്തുകയും നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആയില്യം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ വിശദമായി അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇതുവരെയും ജ്യോതിഷപങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. ഇനി അടുത്ത ഒരു പങ്ക്തിയുമായി വീണ്ടും എത്താം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ല നമസ്കാരം.